GST സ്ലാബുകൾ പുനഃക്രമീകരിക്കാൻ കേന്ദ്ര സർക്കാർ. നിലവിലുള്ള 12% GST സ്ലാബ് ഒഴിവാക്കുന്നത് സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. നടപ്പായാൽ വസ്ത്രങ്ങൾ, ടൂത്ത് പേസ്റ്റ്, പാത്രങ്ങൾ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയും. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് നൽകും. ശ്രീകാന്തെ, ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ഒരു നീക്കമാണ്. എപ്പോഴാണ് ഇത് നടപ്പാക്കുക? ഗൗതം, ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് നിലവിലിപ്പോൾ ഡൽഹിയിൽ നിന്നും നൽകാനുള്ളത്. അതായത് GST സ്ലാബുകൾ പുനഃക്രമീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് വാർത്ത. അതായത് നിലവിൽ 12% GST സ്ലാബ് ഉള്ളത് ഒഴിവാക്കാനാണ് കേന്ദ്രം ആലോചിക്കുന്നത് എന്ന വിവരം വരുന്നുണ്ട്. ഇത് നടപ്പിലായാൽ വസ്ത്രങ്ങൾ, ടൂത്ത് പേസ്റ്റ്, പാത്രങ്ങൾ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, സംസ്ഥാന സർക്കാരുകൾക്ക് ഇത് വരുമാന നഷ്ടം ഉണ്ടാകുമോ എന്ന ആശങ്ക ഉണ്ട്. പക്ഷേ അത് ഉണ്ടാകില്ല എന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ 5%, 12%, 18%, 28% എന്നിങ്ങനെയാണ് ഈ GST സ്ലാബുകൾ ഉള്ളത്. ഇതിൽ 12% സ്ലാബ് ഒഴിവാക്കി 5, 18 സ്ലാബുകളായി പുനഃക്രമീകരിക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. നികുതി ഘടനയെ ഇത് കൂടുതൽ ലളിതമാക്കും എന്നും സർക്കാർ കരുതുന്നു. ഇതൊരു എക്സാക്റ്റ് ഡേറ്റ് ഇതുവരെ ആയിട്ടില്ല. വൈകാതെ തന്നെ അടുത്ത GST കൗൺസിലിൽ ഈ ഒരു തീരുമാനം എന്ന് പറയാറായിട്ടില്ല. കാരണം GST കൗൺസിലാണ് അത് ചർച്ച ചെയ്യേണ്ടത്. ഇങ്ങനെയൊരു നിർദ്ദേശം GST കൗൺസിലിൽ ഉയർന്നു വരും. അതിനുശേഷം അംഗീകരിക്കപ്പെടാൻ തന്നെയാണ് സാധ്യത.